വാലുള്ളപ്പോൾ തലയാടരുത് എന്ന ടൈറ്റിൽ പിന്നീട് ശ്രീകാന്ത് ഭായി ഇട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, വാലില്ലാത്ത ചുരുക്കം ചില ജീവികളേ ഉള്ളൂ, അതിലൊന്നും മനുഷ്യനാണ്. പിന്നെ നിങ്ങളോട് പെട്ടെന്ന് ഓർത്ത് പറയാൻ പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ വാലില്ലാത്ത 2 ജീവിയെ കിട്ടണം എന്നില്ല. വാലില്ലാത്ത ജീവികൾ ഗിനിപ്പന്നി ഉണ്ടെന്ന് തോന്നുന്നു, ആൾക്കുരങ്ങ് ഉണ്ടെന്ന് തോന്നുന്നു, കുറച്ച് ജീവികളെ വാലില്ലാത്തുള്ളൂ. അപ്പം ഈ വാലില്ലാതെ തലയാടരുതെന്ന് ഞാൻ പറഞ്ഞത്, നമ്മളോടൊപ്പം നമ്മുടെ സഹജീവികളായി നിൽക്കുന്ന ഈ ജീവികളെ എല്ലാം വളരെ കൃത്യമായി ഒന്ന് നിരീക്ഷിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ പരിപാടികൾ പരിശോധിച്ചാൽ, വളരെ ബേസിക് ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് വലിയ സന്തോഷം തരുന്നതും വലിയ കോമ്പറ്റീഷൻ ഇല്ലാത്തതും വലിയ ഈഗോ ഇല്ലാത്തതും ഒന്നും മറ്റൊന്നാവാൻ. നമുക്ക് ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ട്. ഞാൻ മറ്റൊരാളെ പോലെ ആകാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒരു കഴുതയും കടുവയാവാൻ ശ്രമിക്കുന്നില്ല. കഴുതയായാൽ മതി, കഴുതയേ ആകൂ. ജനറ്റിക്സിൽ എഴുതി വെച്ചിട്ടുള്ള, ഇപ്പോൾ തൂക്കണാങ്കുരുവിക്ക് കൂടുണ്ടാക്കാൻ എല്ലാ തൂക്കണാങ്കുരുവിക്കും അറിയാം. ജനറ്റിക്സിൽ എഴുതി വെച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത്ര കോമ്പറ്റീറ്റീവായ വേൾഡിലല്ല അവർ ജീവിക്കുന്നത്.